ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ പലഹാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൽ വിളയിച്ചതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഞാനിവിടെ ശർക്കരയൊന്ന് അലിയിച്ചെടുക്കുകയാണ്. 250 ഗ്രാം ശർക്കരയിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ശർക്കര മെൽറ്റാക്കി എടുക്കണം. അതിനുശേഷം ഇത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം അവലിലൊക്കെ ചേർക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ആണ് ചേർത്തത്. ഇതൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇത്രയും ഫ്രൈ ചെയ്താൽ മതിയാകും. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെയാണ് കുറച്ച് പൊട്ടുകടല ചേർക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ചേർക്കുന്നത്. തീ ഏറ്റവും കുറച്ച് വയ്ക്കുക. എന്നിട്ടിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത്രയും മതിയാകും. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇനി കുറച്ച് എള്ളാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. തീ ഏറ്റവും കുറച്ച് വയ്ക്കണം. ഞാനൊരു ടേബിൾ സ്പൂൺ നിറയെ എള്ള് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ എള്ളിങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുകൂടി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതേ ഉരുളി തന്നെയാണ് ഞാനൊന്ന് തുടച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചെടുത്ത് വെച്ചിരുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കര നന്നായിട്ടൊന്ന് കുറുകി വരാനായിട്ട് ഒരു 5 മിനിറ്റോളം എടുക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ കുറച്ച് അവലൊന്ന് വിളയിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇത് കുറച്ചധികം ദിവസം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ശർക്കരയും തേങ്ങയും ഒക്കെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ ഏകദേശം ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കരയും തേങ്ങയും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മട്ട അവലാണ് എടുത്തിട്ടുള്ളത്. ഈ ചുവന്ന അവലാണ് കുറച്ചുകൂടി അവൽ വിളയിച്ചെടുക്കാൻ നല്ലത്. 250 ഗ്രാം അവലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 250 ഗ്രാം അവലിന് 250 ഗ്രാം ശർക്കരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇത് കൂടുതൽ ദിവസം വെച്ചിരുന്ന് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ അവൽ ആദ്യം ഒന്ന് 5 മിനിറ്റ് ഒന്ന് വറുത്തെടുത്ത ശേഷം വേണം ചേർക്കാനായിട്ട്. അതുപോലെ തേങ്ങയും ഒന്ന് പ്രത്യേകം ഒന്ന് 5 മിനിറ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്തത്. അല്പം പഞ്ചസാര ചേർത്തിട്ടാണ് ഏലക്ക പൊടിച്ചെടുത്തത്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സും പൊട്ടുകടലയും എള്ളും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡിയാകും. ഒരാഴ്ച വരെ ഇത് പുറത്ത് വെച്ചാലും കേടാവില്ല. കൂടുതൽ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നാലും മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ പലഹാരം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്